ബോഡി ഷെയ്മിങ് അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. ആ, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ ഫേസ് ചെയ്ത ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചിട്ട്. ഇങ്ങനെ പുറത്ത് പറയാത്ത അല്ലെങ്കിൽ ലൈം ലൈറ്റിലൊക്കെ വരാത്ത എത്രയോ സാധാരണക്കാരാണ് ഇത് അനുഭവിക്കുന്നതെന്ന് അറിയാമോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കുഞ്ഞിലെ, അതായത് ഞാനൊരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ അന്ന് രാജസ്ഥാനിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അന്ന് ഈ ചോളിയൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര വർക്കുള്ള ഒരുപാട് അരിവൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റോണുള്ള ചോളിയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അന്ന് എൻ്റെ അച്ഛൻ കൊണ്ടുവന്നത് ഒരു ഡാർക്ക് ബ്ലൂ പ്ലസ് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു കളർ ടോൺ വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ചേരാത്ത 2 കളേഴ്സ്. പക്ഷേ കുഞ്ഞായതുകൊണ്ടും ഇങ്ങനെ താഴെ എഴഞ്ഞു കിടക്കുന്ന തുണി ആയതുകൊണ്ടും വളരെ കൗതുകത്തോടെ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. എൻ്റെ സ്വന്തം റിലേറ്റീവ്സ്, അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ ഒപ്പം താമസിച്ചിരുന്ന അന്ന് കൂട്ടുകുടുംബം പോലത്തെ പരിപാടികളാണല്ലോ. അപ്പം എത്രയോ പേര് ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ഇവക്കത് ചേരില്ല, ഇവക്ക് ആ കളറ് സ്യൂട്ടല്ല. അതേപോലെ ഒരു കല്യാണത്തിന് അന്ന് ഈ ക്രോണിക് ബാച്ചിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ഷോർട്ടായിട്ടുള്ള ടോപ്പ് പ്ലസ് ഒരു പാൻറ്റൊക്കെ അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുക. അന്നൊരു പിങ്ക് കളറിലാണ് അച്ഛൻ കൊണ്ട് തന്നത്. അതിട്ടുകൊണ്ട് കല്യാണത്തിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇതല്ലാതെ വേറെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു ഇടാൻ. എനിക്ക് ഇന്ന് പ്രായം 31. അന്ന് ഞാൻ എത്ര കുഞ്ഞാണ്. അന്ന് കേട്ട് തുടങ്ങിയതാണ്, യെസ്, ഞങ്ങൾ ഇരുണ്ട നിറമുള്ള ആളുകളാണ്, ഞങ്ങളുടെ ചുണ്ട് കറുത്തിട്ടാണ്, ഞങ്ങളുടെ കണ്ണ് കുഴിഞ്ഞിട്ടാണ്, ഞങ്ങൾക്ക് മുടി കുറവാണ്, ഞങ്ങൾക്ക് പുരികം കുറവാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. ഞങ്ങൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഞങ്ങൾ ഏൺ ചെയ്യുന്നവരാണ്, ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള ആളുകളാണ് ഞങ്ങൾ. എൻ്റെ കണ്ണിൽ ഞാൻ ഒരുപാട് കഴിവുള്ള, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പ്രാപ്തിയുള്ള, വളരെ ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ്. എന്നെ ഇത് എത്രമാത്രം തകർക്കുന്നുണ്ടെന്നറിയോ? ലൈക്ക് അത്ര ബോൾഡായിട്ട് നിൽക്കുന്ന എന്നെ ഈ ബോഡി ഷേമിങ് എത്രമാത്രം തകർക്കുന്നുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ പാവമായിട്ടുള്ള എത്രയോ പെൺകുട്ടികളെ ആയിരിക്കും, മേ ബി ആൺകുട്ടികൾക്കും ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് സിബ്ലിങ്സ് ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ ബോഡി ഷേമിങ് അനുഭവപ്പെട്ട കൂട്ടുകാരും എനിക്കറിയാത്തതുകൊണ്ട് എനിക്കത് പറയാനറിയില്ല. അവരും ഇത് അനുഭവിക്കുന്ന എത്രയോ പേരുണ്ടാവുമായിരിക്കും. ഇത് ഭയങ്കര തെറ്റാണ്. ഇങ്ങനെ ചെയ്യരുത്. ഇത് ഞങ്ങളെ ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം പോകുന്നത് എന്താണെന്നറിയാമോ? ഇതിട്ടാൽ എനിക്ക് ചേരുമോ എന്നതിലുപരി ഇതിട്ട് എന്നെ കാണുന്നവരെന്താ പറയാന്ന കാര്യം അത്രമാത്രം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കളർ അവൾക്ക് ചേരില്ല, ഈ കളർ അവൾ കൊള്ളില്ല. മെലിഞ്ഞിരുന്ന സമയത്ത് മെലിഞ്ഞിരുന്നു, വണ്ണം വെച്ച സമയത്ത് വണ്ണം വെച്ചു. വയറൊന്ന് ചാടുമ്പോൾ ലൈക്ക് ഞാൻ റീസെൻ്റ്ലി കേട്ടൊരു കമൻറ്റ്, പ്രഗ്നൻ്റ് ആയാൽ മാത്രം മതി വയറ് വീർപ്പ്, അല്ലാത്ത വയറ് അക്സെപ്റ്റബിൾ അല്ലെന്ന്. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടതാണ്. എന്താണ് അങ്ങനെ? എൻ്റെ ശരീരമല്ലേ, എനിക്ക് വിശക്കില്ലേ, എനിക്ക് ആഹാരം കഴിക്കണ്ടേ? ഞാൻ റീസെൻ്റ്ലി ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മളൊരു വളരെ ചെറിയ ബോഡി മൂവ്മെൻറ്റ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വയറ് ചാടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മുഖക്കുരു വന്നിട്ടുണ്ട്. സ്ത്രീയാണ്, പീരീഡ്സ് സമയമാകുമ്പോൾ മുഖക്കുരുകൾ ഉണ്ടാവും. ലൈക്ക് എനിക്ക് ദേഷ്യപ്പെടാനും തോന്നുന്നില്ല, ഒരു പരിധി വിട്ട് സങ്കടപ്പെടാനും തോന്നുന്നില്ല. ഇങ്ങനെ നമ്മളൊരു സ്തംഭിച്ചൊരവസ്ഥയില്ലേ? എപ്പോഴാണ് നിങ്ങളൊക്കെ നല്ലത് പറഞ്ഞു തുടങ്ങുക? ലൈക്ക് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷനിലാണ്. ഒരു സാരി ഉടുത്താൽ, അല്ലെങ്കിൽ ഒരു ചുരിദാർ ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയാൽ, അല്ലെങ്കിൽ ഒരു പൊട്ട് വാങ്ങാൻ പോയാൽ, കല്ലുള്ള ഒരു പൊട്ട് വാങ്ങാൻ പോയാൽ അത് മുഖമായിട്ട് ആ കല്ലുള്ള പൊട്ട് ചേരില്ല. ഒരു സിംഗിൾ കളർ, ബ്ലാക്ക് കളർ ആയിരിക്കും കുറച്ചുകൂടെ ചേർന്ന് പോവുക. ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ എന്തൊക്കെ കേൾക്കണം? നിങ്ങളിത് കേട്ട് ടയേർഡ് ആവുന്നില്ലേ? നിങ്ങൾക്ക് പറഞ്ഞ് നാണക്കേട്ട് തോന്നുന്നില്ലേ? ചിലപ്പോൾ ഈ വീഡിയോയും ഞാൻ ഫിൽറ്റർ ഇട്ടേ അപ്ലോഡ് ചെയ്യൂ. എനിക്ക് പേടിയാണ് വരുന്ന കമൻസിനെ. എനിക്ക് വയ്യ ഇത് ഹാൻഡിൽ ചെയ്യാൻ. ലൈക്ക് നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഇത് ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ട്, ഒത്തിരി വിഷമം ഉണ്ടാകുന്നുണ്ട്. കോലം കെട്ടിയൊക്കെ മടുത്തു. ഇനി കുറച്ച് റോ ആയിട്ട് നടക്കാനാണ് തീരുമാനം. നിങ്ങൾ പറയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇനി എതിർത്ത് തിരിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ തടയാനാണ് തീരുമാനം. എന്നെ വന്ന് തടിച്ചെന്ന് വിളിച്ചാൽ ഉറപ്പായിട്ടും മുഖത്ത് നോക്കി ഞാനും തിരിച്ചത് വിളിക്കും. എന്നെ വന്ന് മെരിഞ്ഞാന്ന് വിളിച്ചാൽ തിരിച്ച് ഞാൻ വിളിക്കും. കാര്യം ഞാൻ മറ്റേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ആലോചിച്ചിട്ട് എന്നെ ഒരാൾ പറയുമ്പോൾ ചേച്ചി അതുകൊണ്ടാട്ടോ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ, അതാ വയറ് ചാടിയിരിക്കുന്നത്, പീരീഡ്സ് ആട്ടോ അതുകൊണ്ടാണ് മുഖക്കുരു വരുന്നത്, ഭയങ്കര വെയിലായിരുന്നു അതാട്ടോ കറുത്തിരിക്കുന്നത്, ഇങ്ങനത്തെ എക്സ്ക്യൂസസ് പറഞ്ഞ് ഞാൻ മടുത്തു. ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണെന്ന് ഇനി ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. നമ്മൾ അനുഭവിക്കുന്ന അതേ ഫീലിംഗ് അവരനുഭവിച്ചാലേ അവർക്ക് മനസ്സിലാവുന്നൊരു സ്റ്റേറ്റിലാണ് ആളുകൾ. ഇപ്പം നമ്മളൊക്കെ പറയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന, അല്ല, പറഞ്ഞ് മനസ്സിലാക്കാവുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ വിചാരിക്കുക, പറഞ്ഞ് നാണം കെട്ട് നിങ്ങൾ പൊക്കോളും. നമ്മൾ തിരിച്ചവരോട് അതേ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പം അവർക്ക് തോന്നും ലൈക്ക് ഞാനും അവരും തമ്മിൽ എന്താ ഒരു വ്യത്യാസമെന്ന് ചിന്തിക്കും. അങ്ങനെയൊന്നും അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു
31 ഇയേഴ്സ്, മേ ബി ഒരു 25 ഇയേഴ്സ് സ്വബോധത്തിൽ ചിന്തിച്ചോ. 5 വയസ്സ് താഴോട്ട് ബുദ്ധി കുറയ്ക്കാത്ത പ്രായം വെച്ചോ. ആ 5 വയസ്സ് തൊട്ട് ഞാൻ പഠിച്ചൊരു ലെസനാണ്, ഇവർ മനസ്സിലാക്കില്ല. റെസ്പോണ്ട് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. തൻ്റെടി അഹങ്കാരി, ഈ ഞാൻ അവരെ പറയുന്ന വാക്ക് ഞാൻ തിരിച്ചു കേൾക്കേണ്ടി വരും, എന്നാലും ഒരു മനസ്സമാധാനം ഉണ്ടാവും.